എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ ബുധനാഴ്ച രാവിലെ ദേ ഇവിടെ നമ്മുടെ റയൻ കൊച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ റയൻ വന്നതൊന്നും വീഡിയോ എടുക്കാനേ സാധിച്ചില്ല. കാരണം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരുന്നുകൊണ്ട് തന്നെ ആരാണെന്ന് പോലും നോക്കാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് കണ്ണടയ്ക്ക് വെച്ച് നോക്കണം. അപ്പോൾ നോക്കാതെ തന്നെ ഞാൻ വേഗം ഫോൺ എടുത്ത്, റിച്ചാർഡിൻ്റെ ഫോട്ടോ വരും. അതുകൊണ്ട് എനിക്ക് അത് കാണുമ്പോൾ അറിയാം, കണ്ണട വെച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇത് ഫോട്ടോ ഒന്നും അതിൻ്റെ സാധാരണ കോളായിരുന്നു, വാട്സപ്പ് കോളായിരുന്നില്ല. അങ്ങനെ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത് റയനാണെന്ന്. അപ്പോൾ റയൻ പറഞ്ഞു, മമ്മി ഞാൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഗേറ്റ് തുറക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല വരുമെന്നുള്ളതേ, 2 ദിവസം കൂടി വൈകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ ഫ്ലൈറ്റ് പിടിച്ചാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്ത്. അങ്ങനെ പിന്നെ തുറന്ന് പിടിച്ച് ഇറങ്ങി റൂബിക്കുഞ്ഞ് ഓടി വന്ന് പപ്പയൊക്കെ എഴുന്നേറ്റ് പിന്നെ കുറേ അധികം നേരം ആ വെളുപ്പാങ്കാലത്ത് തന്നെ ഇരുന്നിട്ട് ഗോവൻ വിശേഷങ്ങളൊക്കെ കുറേ അധികവും പറഞ്ഞ് അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷമാണ് അവൻ്റെ കുളിച്ചൊരുങ്ങിയൊക്കെ വന്നിട്ട്. അപ്പോൾ റൂബിക്കുഞ്ഞ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. റൂബിക്കുഞ്ഞിൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടിയിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതൊരു നഷ്ടമായിപ്പോയി. അങ്ങനെ ചേട്ടനെ നോക്കി ഇങ്ങനെ ഇരിക്കണമായിരുന്ന ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബിൻ്റെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടാകുന്നില്ല, എഡിറ്റിങ് ചെയ്തിട്ടുണ്ടാകുന്നില്ല, ഒരു കാര്യം ചെയ്യാതിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി യൂട്യൂബിൻ്റെ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റില്ല. അധികം ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, എങ്കിലും ഉള്ളതെങ്കിലും ഇടാമല്ല, അതുകൊണ്ട് നീ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഉറങ്ങുന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവനിപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്ന് നിൽക്കണേന്ന് കേട്ടോ. അങ്ങനെ കുറേ അധികം നേരം എല്ലാവരും ഞങ്ങൾ 3 കൂടി ഒന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് റയനെ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു വിട്ടൊന്ന് കിടത്തി, ഇത്തിരി നേരം കിടക്കാമെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് എൻ്റെ യൂട്യൂബ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റയൻ എഴുന്നേറ്റ് വന്നേക്കണം. റയൻ ഉറങ്ങിയൊന്നുമില്ല, റയൻ ചുമ്മാ എനിക്ക് യൂട്യൂബ് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് പോയെന്ന് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ തുണികൾ വാഷ് ചെയ്യാനായിട്ട് 2 ബാച്ച് ഇടാനുണ്ടായിരുന്നു, കുറേ അധികം ഉണ്ടായിരുന്നു. അവൻ്റെ ആ ചെറിയ ബാഗിൽ അവൻ ഇത്രയധികം ഡ്രസ്സുകൾ കുത്തിക്കയറ്റി കൊണ്ടുപോയെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കുറേ അധികം ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട്, ഏകദേശം 3 ജീൻസ്. ഞാൻ അതിശയിച്ചു പോയി, ഇത്രയും സാധനങ്ങൾ ആ ബാക്ക് പാക്കിൽ കയറുകയെന്നുള്ളത്. അപ്പോൾ ജീൻസൊക്കെ നല്ല കട്ടിയുള്ളതല്ലേ. അപ്പോൾ 3 ജീൻസും ഒരു കാർഗോ, പിന്നെ വേറെ 2 പാൻറ്റ്, പിന്നെ ടീഷർട്ടുകൾ, ഷർട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ജീൻസ് തന്നെ ഇത്രയും 3 പിന്നെ ഒരു കാർഗോയും ഒക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ ബാഗിൽ ഉണ്ടായിരുന്നു, പുറത്തേക്ക് അയച്ചിട്ടപ്പോഴാണ് കണ്ടത്. കാരണം അവൻ തന്നെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞ് കൂടെയുള്ള ഒരു ആൾ ഡ്രസ്സൊന്നും കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെ എല്ലാം കഴുകാനൊക്കെ ഓരോന്നായിട്ടൊക്കെ ഇട്ട് പിന്നെ വേഗം ഞാൻ കാപ്പിയൊക്കെ ഇട്ട് ചോറ് ചൂടാക്കാനുണ്ടായിരുന്നില്ല, ഉള്ളത് ഞാൻ ഇത്തിരി പഴഞ്ചോറ് ഇങ്ങനെ എടുത്ത് വെച്ച് എനിക്ക് തൈരിട്ട് കഴിക്കാൻ വേണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈരിട്ടിരിക്കണം. അപ്പോൾ ഞാനത് കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് മാറ്റി പപ്പക്ക് കുറച്ച് ഉപ്പുമാവ്, പെട്ടെന്ന് ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ച്. കാരണം തേങ്ങ രണ്ടൊന്നും ഉണ്ടാകുന്നില്ല, തേങ്ങ ഇനി പൊതിച്ചൊക്കെ എടുക്കണം, അപ്പോൾ എനിക്ക് മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തേങ്ങ ഇടാത്ത ഒരു പരിപാടി ചെയ്യാം എന്ന് വിചാരിച്ച് ഇവിടെ ഉപ്പുമാവിലങ്ങനെ തേങ്ങ ഇടാറില്ല കേട്ടോ. അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റയനെ നിനക്ക് ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഉണ്ട്, കറണ്ട് പോയെങ്കിലും ഫ്രീസറിനകത്തേക്ക് ചിക്കൻ കറി മാറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചിക്കൻ കറി കേടൊന്നും ആയിട്ടുണ്ടാകുന്നില്ല, ഫ്രീസറിലിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ട്, അത് മതിയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും ചപ്പാത്തിയും മതി എന്ന് പറഞ്ഞ്. പിന്നെ ചെമ്മീൻ കറി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചോറ് വെച്ചാൽ മാത്രം മതി, ഇത്തിരി ചപ്പാത്തിയും ഉണ്ടാക്കിയാൽ ചപ്പാത്തിക്കുള്ള കറിയുണ്ട്, ചോറിനുള്ള കറിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വെച്ച്. സാധനങ്ങളെല്ലാം തീർന്നിരിക്കുന്നതാണ്, ഇനി നമ്മൾ മേടിച്ചിട്ട് വേണം ഓരോന്ന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവൻ വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തലേന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ വെക്കാമായിരുന്നു. അതുകൊണ്ട് ഇന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് ഈ ഇത് തണുത്ത ചോറിൻ്റെ അകത്ത് തൈരിട്ടിട്ടും കഴിക്കാം, പിന്നെ പപ്പക്ക് ഇതും കൊടുക്കാം. കാരണം അവനിപ്പോൾ കഴിക്കില്ല, അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കാപ്പി കൊടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അതുപോലെ അവന് വേണ്ട. പിന്നെ നിർബന്ധിച്ച് ഞാനൊരു ഒരു കപ്പ് കാപ്പി ഞാൻ അവന് കൊടുത്തട്ടാ, ഇത്തിരി എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത്തിരി കാപ്പി വളരെ മടിയായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കാപ്പി കുടിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കിടന്നുറങ്ങാൻ വേണ്ടി പോയിട്ടാ. അങ്ങനെ ടയർഡായിട്ട് കിടന്നുറങ്ങണേ. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇന്ന് പ്ലാസ്റ്റിക് വേസ്റ്റും ഇങ്ങനെ വല്ല പെട്ടികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ദിവസമാണ്, ഫുഡ് വേസ്റ്റ് ഒന്നും എടുക്കാത്ത ദിവസം. അപ്പോൾ അങ്ങനെ അത് കൊടുക്കാനും പിന്നെ അയാളുടെ ഈ മാസത്തെ പൈസ കൊടുത്തിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കറിയാം റയൻ ഇപ്പോൾ
സാവധാനമല്ലേ എഴുന്നേറ്റ് വരുള്ളൂ. അപ്പോൾ ചപ്പാത്തി വേഗം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഉച്ചയ്ക്കേ കഴിക്കുള്ളൂ, ഉച്ചയ്ക്കും ലേറ്റായിട്ടേ എഴുന്നേറ്റ് വരുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ മുടി ഡൈ ചെയ്ത നേരം കൊണ്ട് മുടി ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ച് കഴിഞ്ഞ് പോയിട്ട് കുളിച്ച് ഒക്കെ വന്ന് സാവധാനം പിന്നെ അപ്പോൾ ചപ്പാത്തി ഒന്നും കൂടി മാവ് ഇരുന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുഴച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ ചോറ് വെക്കണം. അപ്പോൾ ചോറ് കുക്കറിൽ വെച്ചാൽ മതി. ഇന്നിപ്പോൾ ചപ്പാത്തി അരികളും ഞാനും റയനും ഒക്കെ കഴിക്കുക. അപ്പോൾ ചോറ് പപ്പൊക്കെ ഉള്ളത് മാത്രം വെച്ചാൽ മതി. അങ്ങനെ ഞാനൊരു 4 കപ്പ് പൊടി എടുത്തു കേട്ടോ. 4 കപ്പ് പൊടിയുടെ അതിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഉപ്പും വെള്ളവും ചേർത്തിട്ട്. അപ്പോൾ 4 കപ്പ് പൊടി എടുക്കുമ്പോൾ 1 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം അല്ലെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളം, അല്ലെന്നുണ്ടെങ്കിൽ കൂടിപ്പോൾ 1 കപ്പ് വെള്ളം ഏതായാലും ധൈര്യമായിട്ട് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ടുള്ളത് സൂക്ഷിച്ചൊഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂസായി പോവും. അപ്പോൾ അങ്ങനെ ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇത് കുഴച്ച് ഒരുവിധം ആയി കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ ചുറ്റും ഇങ്ങനെ എണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുക്കും ഏറ്റവും അവസാനം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചേർന്ന് കൂടി വരും. ഭയങ്കര എളുപ്പമാണ്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ ചെയ്യുമ്പോഴേക്കും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ചപ്പാത്തി കുഴക്കാനായിട്ടല്ലെന്നുണ്ടെങ്കിലും കൈ കൊണ്ട് കുഴക്കാനേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കുഴച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രെഡിനൊക്കെ ഇത് നല്ലതാണ്. കാരണം ബ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിരി ലൂസായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ലൂസായിട്ട് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കയ്യിലൊക്കെ പറ്റി ആകെ നാശവും. അപ്പോൾ അത് ഈ ഒരു മിക്സറിൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അതും നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നല്ല ഒരുവിധം ലൂസായിട്ടൊക്കെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ബ്രെഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അങ്ങനെ പിന്നെ അതെല്ലാം ഞാനവിടെ ചുമ്മാ ഒന്ന് മൂടി അവിടെ വെച്ച് വേറെ ഒന്നും ചെയ്തില്ല, മൂടി അവിടെ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി അവിടെ ഇരുന്നിട്ട് സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബൗളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡീപ്പായിട്ടുള്ള വലിയൊരു ബൗളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്ന് എനിക്കപ്പോൾ തൈര് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിലാണ് എനിക്കിഷ്ടം കേട്ടോ. പുളിയില്ലാത്ത തൈര് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പുളിയുള്ള തൈര് തന്നെ വേണം. എന്നിട്ടൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ചോറിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേട്ടാ. ചോറിൻ്റെ വെള്ളം കുറച്ച് ഊറ്റിക്കളഞ്ഞ് എന്നിട്ട് ചെറിയൊരു നനവോട് കൂടി ഇതിട്ടിട്ട് വെറുതെ കോരി കഴിക്കുക. അതിപ്പോൾ എനിക്ക് ഇപ്പോൾ കറികളൊന്നും വേണമെന്നില്ല, ചോറിൻ്റെ കൂടെ തൈര് മാത്രം ഇട്ടിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം. അതുപോലെ ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയും തൈരിൽ തന്നെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ റയൻ പറഞ്ഞ് മമ്മി ഇങ്ങനെ തൈര് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം കൂടും. ഞാൻ പറഞ്ഞു എനിക്ക് അറിയാം, വണ്ണമല്ല വയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റായിട്ട് കൂടുതൽ തൂങ്ങി വരണമെന്ന് എനിക്ക് തോന്നും ഈ തൈരൊക്കെ കഴിക്കുമ്പോൾ. എങ്കിലും ഇല്ലേ, നമുക്ക് ചൂട് സമയത്താണ് കൂടുതൽ തൈര് കഴിക്കാനായിട്ട് ഭയങ്കര നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് തൈര് കഴിക്കുമ്പോൾ. തണുപ്പുള്ള മഴക്കാലത്തൊന്നും തൈര് എനിക്കങ്ങനെ കഴിക്കാൻ തോന്നാറില്ല. ചൂട് കാലത്ത് കഴിക്കുമ്പോൾ ഭയങ്കര കൂളിംഗാണ് ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ച് തീർത്ത്, അധികം ഉണ്ടായിരുന്നില്ല, അത് കഴിച്ച് തീർത്ത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ തൈര് തന്നെ ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള തൈരായിരുന്നു. തൈരിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതങ്ങനെ കഴിച്ചാൽ നല്ലതാകുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കൊള്ളില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ തൈര് മേടിച്ചിട്ട് പുറത്ത് 2-3 ദിവസം വെച്ച് അത് പുളിച്ച് കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ള തൈരുണ്ട്. അപ്പോൾ ആരോ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിയുള്ള തൈര് വേറെ മേടിക്കാൻ കിട്ടുമെന്ന്, മിൽമടയൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ നമ്മളുടെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പുളിയുള്ള തൈരെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു സ്ഥലത്തും വിറ്റിട്ടില്ല. നമ്മൾ വീടുകളിൽ നിന്നൊക്കെ ലൂസായിട്ടുള്ള തൈര് പുളിയുള്ള തൈര് കഴിച്ച് കഴിഞ്ഞാൽ തരും. അല്ലാതെ പാക്കറ്റ് തൈര് എപ്പോഴും ഇതുപോലെ ഒറ്റ ഇത് തന്നെയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും കുക്കറിലോട്ട് അരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയൊക്കെ സാവധാനം ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ വെച്ചതിന് ശേഷം പിന്നെ പോയി കിടന്ന് ഉറങ്ങേണ്ടി ചെയ്തത്. കാരണം ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴും. അപ്പോൾ ഏതായാലും ഇവിടെ എല്ലാവരും ഊണൊക്കെ കഴിക്കുന്നതൊരു 2:30 മണിയൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും തുടക്കലും തുണിവിരിക്കലും കുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പണികൾ നോക്കിയാൽ ഒരുപാട് പണികളുണ്ട്. ഇനി കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്, ഓൾട്രേഷൻസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റിയൊരു തോന്നലില്ല. തോന്നിയാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സമയം ഉണ്ടെങ്കിലും നമുക്ക് തോന്നലില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ തോന്നലില്ലാത്തത് കൊണ്ട് ചെയ്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ പണിയില്ലെന്നില്ല, പണി ഒരുപാട് കിടപ്പുണ്ട്.
പണിയുണ്ട്, എവിടെ നോക്കിയാലും പണിയുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. തലേന്ന് നമ്മൾ കറണ്ട് പോയ ആ ഒരു ഉറക്കക്ഷീണം ഉറങ്ങിയിട്ടും തീർന്നിട്ടില്ല. അതിൻ്റെ ആ ഒരു ഉറക്കക്ഷീണം നിൽക്കയിൽ തന്നെയാണ് ഇവൻ വന്ന അന്ന് പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേക്കേണ്ടി വന്നത്. ആ ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 5 മണി അലാം കേൾക്കുമ്പോഴാണ് ഇപ്പോൾ എഴുന്നേക്കുന്നത്. അത് തീരണില്ല. ഒരു ദിവസം ഒന്നും ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ അധികം ദിവസമാണ് അതിൻ്റെ ക്ഷീണവും ഉറക്കവും നിൽക്കുന്നത്. പോകാതെ അതങ്ങനെ നിൽക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ റയനും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ആ ഒരു ക്ഷീണവും എല്ലാം കൂടി ഞാൻ വിചാരിച്ച് കിടന്ന് ഉറങ്ങിയേക്കാം എന്നും വിചാരിച്ച് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയി കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. പപ്പയാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ജോലികൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പയും കുറച്ച് ടയേർഡായിരുന്നു. പപ്പയും നന്നായിട്ട് തന്നെ കിടന്നുറങ്ങണ്ടായിരുന്നു. റയൻ പിന്നെ ഒട്ടും ബോധമില്ലാതെ കിടന്നുറങ്ങണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, എനിക്ക് ചപ്പാത്തിയുടെ കല്ലിങ്ങനെ ചൂടായി കിടക്കണ കാണുമ്പോഴത്തേക്കും ഇല്ലേ എന്തെങ്കിലും മുട്ടയൊക്കെ പൊരിക്കാൻ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് മടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചേ റൂബിക്ക് 2 മുട്ട അങ്ങോട്ട് വെറുതെ ഉപ്പിടാതെ ചുമ്മാ ഒന്നങ്ങോട്ട് പൊരിച്ച് കൊടുക്കുക. അപ്പോൾ റൂബി അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ആ ഒരു ഇതും കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റത്തെ ചപ്പാത്തിയാണ് ഉണ്ടായി. ലാസ്റ്റത്തെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേഗം അതിനകത്തേക്ക് ഒരു ഇത്തിരി എണ്ണയും കൂടി ഇട്ടിട്ട് നമ്മുടെ റൂബിക്കുഞ്ഞിന് 2 മുട്ടയും കൂടി പൊരിച്ച് കൊടുത്തിട്ടാ. അപ്പോൾ അപ്പുറത്തെ അടപ്പിലാണെങ്കിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അതിനകത്തുനിന്ന് ചെറിയ പുക പോലെ ഇങ്ങനെ സൈഡിൽ കൂടി, സൈഡല്ല നമ്മുടെ ആ വിസിൽ വെക്കുന്ന വെയിറ്റ് വെക്കുന്ന സ്ഥലമില്ലേ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ചോറാണ് കിട്ടുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് സൂക്ഷിച്ചെടുക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ആവി ഒക്കെ ഭയങ്കരമായിട്ട് അതായത് ഇങ്ങനെ വിസിൽ വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയത്തൊക്കെ ഓഫ് ചെയ്തിട്ട് കാര്യമില്ല, വെന്ത് കുഴഞ്ഞു പോകും. അങ്ങനെ ആകുന്നതിന് മുൻപ് തന്നെ എടുക്കണം. അപ്പോൾ ഇതെനിക്ക് ഇംഗ്ലീഷ് റെസിപ്പീസാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ചോറ് കിട്ടും. ഒട്ടും എണ്ണമയം പോലും ഇല്ലാത്ത നല്ല ചോറ് കിട്ടും കേട്ടോ. നമ്മൾ കലത്തി വെക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇതുവരെയും ചെയ്യാനുള്ള നേരമായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചപ്പാത്തികൾ എനിക്ക് തോന്നുന്നത് 18 ചപ്പാത്തി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി എല്ലാം ശരിക്കും തുണി പോലെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണത്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ആശീർവാദിൻ്റെ പൊടിയാകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ആശീർവാദിൻ്റെ പൊടിയാണെന്നും പറഞ്ഞിട്ട് നന്നായിട്ട് കുഴക്കാതെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാർഡായിട്ട് തന്നെ വരുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റായിട്ട് തുണി പോലെ ഇരിക്കണേന് കേട്ടോ. അതും നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ക്ലിംഗ് റാപ്പിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല. ക്ലിംഗ് റാപ്പിൽ കവർ ചെയ്ത് വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ചൂടാക്കിയിട്ട് അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ചിക്കൻ കറി ചൂടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കേടായി പോകുമോ, കാരണം ഇനി കഴിക്കുമ്പോൾ ലേറ്റ് ആകുമല്ലോ. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചേക്കണായിരുന്നു ഞാൻ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയൊക്കെ വെച്ച് പിന്നെ ഇതേ മുട്ട എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചൂടാറുന്ന നേരം കൊണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് റൂബിക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ റൂബി അവിടെ കിടന്ന് ഉറങ്ങണേ. റൂബിയുടെയും ഉറക്കം പോയതുകൊണ്ട് റൂബിൻ തളർന്ന് കിടന്ന് ഉറങ്ങണേ. അങ്ങനെ ഞാൻ എല്ലായിടത്തും തുടച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടക്കൽ കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇത് ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വെച്ചു. കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് പൊടിയെല്ലാം ഇങ്ങനെ താഴേക്കൊക്കെ വന്ന് വീണിട്ടുണ്ടാവും നമ്മൾ പരത്തുന്ന സമയത്ത് അവിടുത്തെ പൊടി. അപ്പോൾ അതും കൂടി തുടച്ചെടുക്കാമല്ല എന്ന് വിചാരിച്ച് ആ അറ്റം വരെ മാത്രം തുടച്ചിട്ട് അടുക്കള പിന്നെ ഇപ്പോഴാണ് തുടച്ച് തീർത്തത് കേട്ടോ. അപ്പോൾ എല്ലാ മുറിയും തുടച്ചിട്ടുണ്ട്. പിന്നെ റൂബി കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞ പാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചത്. റൂബി കുഞ്ഞിന് അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ കൊടുത്ത് പെട്ടെന്ന് തന്നെ അവൾ കഴിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട്. അതൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകാനുണ്ട്, തുണി വിരിക്കാനുണ്ട്. അപ്പോൾ തുണി തലേന്ന് കുറച്ച് ലേറ്റായിട്ടായിരുന്നു, നമ്മൾ കറണ്ടില്ലാത്ത ദിവസം ഇതുകൊണ്ട് വാഷ് ചെയ്തിട്ടേക്കണത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ തുണി എടുക്കണം. പിന്നെ നമ്മുടെ റയൻ്റെ ഡ്രസ്സുകളാണ് പിന്നെ ഇട്ടത്. 2 ട്രിപ്പിൽ നമ്മൾ കഴിയത് റയൻ്റെ ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിക്കണം. എല്ലാം കട്ടിയുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് അഴമേലുള്ള തുണിയെല്ലാം കട്ടിലേക്ക് കൊണ്ട് പോയിട്ടിട്ട് പിന്നെ അതേ തുണി വിരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളുടെ
അരി മേടിച്ച് വെച്ചങ്ങനെ കുറേ അധികം ദിവസങ്ങളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ല, അരി തീർന്നിട്ടില്ല. എങ്കിലും പപ്പ അതങ്ങോട്ട് മേടിച്ച്, ഞാൻ പറഞ്ഞിരുന്നു അരി ഒരു 2 ആഴ്ചക്കുള്ളത് അരി ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും മേടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് പപ്പ മേടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ചാക്ക് വെച്ചെടുത്തിരിക്കുന്നതാണ്. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ അരി തീർന്ന് അത് ഇനിയുണ്ട് കുറച്ച്, ഒരു നാഴി അരിയോളം ഉണ്ട്. അതെടുത്ത് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇത് കഴുകി ഉണക്കണേണ്. കഴുകി ഉണക്കിയിട്ട് വേണം ഇനി അടുത്ത അരി പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമൊക്കെ കഴുകിയെടുത്തൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ മോപ്പഡും അതെല്ലാം കഴുകി തുടക്കലെല്ലാം കഴിഞ്ഞില്ല. അത് കഴിഞ്ഞത് പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നത് ഏകദേശം ഒരു 2:30 മണി. അപ്പോഴും ഭയങ്കരമായിട്ട് ടയർഡായിട്ട് കിടന്ന് ഉറങ്ങണമായിരുന്നു കേട്ടോ. ഭയങ്കര ടയർഡായിരുന്നു. കുറേ സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നം കണ്ടത് മെയിനായിട്ട് എന്താണെന്നറിയാമോ? ഫോൺ നഷ്ടപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്ഭുതകരമായിട്ടാണ് എനിക്ക് ആ ഫോൺ തിരിച്ചു കിട്ടിയത്. അപ്പോൾ കമൻസിൽ പലരും എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, നിങ്ങൾക്ക് പ്രത്യേക ഒരു അനുഗ്രഹമുള്ള മനുഷ്യരാണ്, അതുകൊണ്ടാണ് അത് കിട്ടിയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെയും നിങ്ങൾക്ക് ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസും അതുപോലെ ഭയങ്കര ലക്കാണ് അത് കിട്ടിയത്. അങ്ങനെ ഒരുപാട് കമൻസുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ശരിക്കും അതെ, അത് അവിടെ വെച്ചെടുത്ത് തന്നെ ഇരുന്ന് അത് ഈ ഓപ്പണായിട്ട് വഴിയിൽ വെച്ചേക്കുന്ന ഒരു ഫോൺ ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമായിരുന്നു. അത് ഓർക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ദൈവമേ, അത് പോയിരുന്നെങ്കിൽ എന്തോരം സങ്കടമായി പോയാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോണുമാണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും അത് കിട്ടിയത് ഇങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് കേട്ടോ. ഇതിന് മുൻപും ഇങ്ങനെ എൻ്റെ ഒരു ഗോൾഡിൻ്റെ നെക്ലസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് വഴിയിൽ. അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും എനിക്കിങ്ങനെ തിരിച്ച് കിട്ടി. അതിങ്ങനെ തിരക്കുള്ള സ്ഥലത്താണ് നഷ്ടപ്പെട്ടത്. എങ്കിൽ തന്നെയും കഴുത്തിൽ മാലയില്ലാന്ന് കണ്ടുപിടിച്ച് അതേ നിമിഷം തന്നെ പപ്പ ഓടിപ്പോയിട്ട് ആ നമ്മൾ നിന്ന സ്ഥലത്ത് ചെന്ന് നോക്കി. അത് അപ്പം തന്നെ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണും തിരിച്ച് കിട്ടി. അതൊരു മഹാഭാഗ്യമായിട്ട് ദൈവാനുഗ്രഹമായിട്ടൊക്കെ കരുതുന്നു. പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ റയൻ കൊച്ച് പോയതാണ് കേട്ടോ. ഗോവയിൽ പോയ വീഡിയോകളാണ്. അത് പാട്രിക് എന്നാണ് ആ മോൻ്റെ പേര് കേട്ടോ, കൂട്ടുകാരൻ. അപ്പോൾ അവൻ പൂനെയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവനാണ് ഇവരെല്ലാവരെയും കൂട്ടി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഗോവയിൽ ചെന്ന ഉടനെ തന്നെ റെൻ്റേ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ റെൻ്റേ കാറിലാണ് അവർ ഇത്രയും ദിവസം കറങ്ങിക്കൊണ്ടിരുന്നു വെച്ചത്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് സ്വയം പോകാനും ഇഷ്ടമുള്ള സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ സാധിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും റയൻ പിന്നെ അങ്ങനെ ഒരു കാര്യങ്ങളും പോസ്റ്റ് ചെയ്യണ പരിപാടികളൊന്നുമില്ല. അത് 3 കുട്ടികൾക്കും ഇല്ല. ഞങ്ങളിവിടെയാണ് അവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് ഇടല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും 3 പേരും ചെയ്യാറില്ല. ഇപ്പം ഞാൻ വീഡിയോയിലൂടെ ഈ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളിതൊക്കെ അറിയുന്നത്. അല്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും തന്നെ ഒരു കാര്യങ്ങളും പോസ്റ്റ് ചെയ്യില്ല. ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്റ്റോറിയുടെയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആകെ ഒരു വ്യക്തി ഇവിടെ പപ്പ മാത്രമാണ്. പപ്പയാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇവർക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഇവർ ദേഷ്യപ്പെടും. പപ്പ എന്തിനാണ് പപ്പ ഇതൊക്കെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേക്കാം. പക്ഷേ പപ്പ ചിരിച്ചുകൊണ്ട് നിൽക്കും. പപ്പ പിന്നെ അത് തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികളാരും ഇങ്ങനെ എവിടെ പോയാലും അവരിപ്പോൾ ലോകത്ത് എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യങ്ങളും ഒരാളും അറിയും കൂടിയില്ല. അവർ വിളിക്കും ചില ഫ്രണ്ട്സ്, നീ എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്തിനാ അറിയണത്, ജോലിക്ക് പോയേക്കണല്ലേ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാണാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് റയനൊക്കെ ഫ്രണ്ട്സിനോട് അങ്ങനെയാണ് പറയാറ്. റിച്ചാർഡ് ആണെങ്കിലും ഒരു രീതിയിലുള്ള ഫോട്ടോകളും പോസ്റ്റ് ചെയ്യല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ DP പോലും ഇവർ മാറ്റൂല കേട്ടോ. എന്തൊക്കെയോ ഒരു പഴയ DP, അത് വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കുന്ന DP ഒക്കെ തന്നെയാണ് റോജറിനും റയനും ഉള്ളത്. റിച്ചാർഡ് പിന്നെയും ഇടയ്ക്ക് ഒരു DP മാറ്റും. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന്. നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്